ഈ ഇന്റേണൽ അസസ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ വെച്ച് ഭയപ്പെടുത്തി കൊണ്ടുപോവുകയാണ്. അത് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്റേണൽ അസസ്മെന്റ് വരുന്നത്. പക്ഷെ അത് മിസ്യൂസ് ചെയ്യാതെ ഭയപ്പെടുത്തുക, കുട്ടികളെ ഒതുക്കി നിർത്തുക, അല്ലെങ്കിൽ നിയന്ത്രിച്ച് അല്ലെങ്കിൽ അടിച്ചമർത്തി നിർത്തുക എന്നുള്ളതാണ് ഇപ്പം കോളേജുകളിൽ കാണുന്നത്. ഈ പറഞ്ഞ സ്വാശ്രയം മാത്രമല്ല, ഈ ഭയത്തിനെ തിരിച്ച് അധ്യാപകരെയും ഇവാലുവേറ്റ് ചെയ്യപ്പെടും എന്ന് പറയുന്ന ഒരു അവസ്ഥ വരുമ്പോ വെറുതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭയം കുട്ടികളുടെ മേലേക്ക് പോവില്ല. അവര് അധ്യാപകരെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചിട്ടാവരുത്. എങ്ങനെയാണ് കുട്ടികളോട് ഇടപെടുന്നത്, അവരുടെ മറ്റ് പൊട്ടൻഷ്യൽ എന്താണ്, എത്രമാത്രം അവർക്ക് കമ്മ്യൂണിറ്റി റീച്ച് പ്രോഗ്രാംസ് ഔട്ട് ഓഫ് സബ്ജക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ കപ്പാസിറ്റി എന്താണ്, ഇതെല്ലാം അസസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം. അധ്യാപകരെ ഒരു നിർദ്ദേശം പറയാനുണ്ട്. കേരളത്തിൽ പല കോളേജുകളിലുണ്ട്, സ്കൂളുകളിലുണ്ട്. ഞാൻ കൃത്യമായി ഒരു സ്ഥലത്തും ഈ സിസ്റ്റം ഇന്ന് നിലവിലില്ല. പലരും ഫീഡ്ബാക്ക് ഒക്കെ എഴുതി മേടിക്കുന്നുണ്ട്, പല സ്കൂളുകളിൽ നിന്നും ഫോൺ ചെയ്ത് പേരൻസിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഇമ്പാക്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെ. ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ടായി വരേണ്ട ഭാഗം അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ വിവേചനങ്ങൾ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ചാണല്ലോ. അവിടെ AVP പ്രതിനിധി വളരെ ആശങ്കയോടെ കേരളത്തിന്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഞാനത് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഈ ചർച്ച വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് 2026 പ്രൊമോഷൻ ഓഫ് ഇക്വിറ്റി ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റെഗുലേഷൻ രാജ്യത്ത് UGC കൊണ്ടുവരുന്നത്. അത് നിർബന്ധമായി UGCക്ക് ഒരു താല്പര്യം കൊണ്ട് കൊണ്ടുവരുന്നതല്ല. 2017 മുതൽ രോഹിത് വെമുലയുടെയും പായൽ തഡ്വിയുടെയും രക്ഷിതാക്കൾ നടത്തിയ നീണ്ട നിയമ പോരാട്ടത്തിൻ്റെ റിസൾട്ടാണ്. അതിനെന്ത് സംഭവിച്ചു രാജ്യത്ത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിനെതിരെ സമരമുയർന്നപ്പോൾ രാജ്യത്ത് ഉയർന്നിട്ടൊരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ബ്രാഹ്മൺവാദ് സിന്ദാബാദ് എന്നായിരുന്നു. ആ മുദ്രാവാക്യം ഉയർത്തി രാജ്യത്ത് AVP ആണ്. ഒരു ക്യാമ്പസിനുള്ളിൽ ഡൽഹി സർവകലാശാലയ്ക്ക് മുന്നിൽ ബ്രാഹ്മൺവാദ് സിന്ദാബാദ്, മനുസ്മൃതി സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ച് ഈ ജാതി വിവേചനങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള റെഗുലേഷൻ രാജ്യത്ത് റദ്ദ് ചെയ്യപ്പെട്ടു. ഇനി ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, കേരളത്തിലെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന ഒരു ചോദ്യം വരുന്നുണ്ട്. 2023 ഈ വിവേചനങ്ങൾക്കെതിരെ അതിശക്തമായൊരു ഗവൺമെന്റ് ഓർഡർ ജിയോ കേരളത്തിൽ ഇറങ്ങി. ആ ജിയോയെ ചലഞ്ച് ചെയ്താരെന്നറിയോ? കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റുകളാണ്. അത് ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിലേക്ക് പോയി. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ റെഗുലേഷൻ പ്രകാരം കേരളത്തിനകത്തെ ക്യാമ്പസുകളിൽ വിവേചനങ്ങൾ, പല നിലയിലുള്ള വിവേചനങ്ങൾ ഉണ്ടായാൽ, അത് അധ്യാപകരുടെ കടന്നുകയറ്റമാണെങ്കിലും ജാതി വിവേചനങ്ങളാണെങ്കിലും മറ്റെന്തെങ്കിലും ആണെങ്കിൽ കൂടി, ആ വിവേചനങ്ങൾക്ക് പരാതിപ്പെടാൻ കോളേജിൽ ഒരു സമിതി ഉണ്ടാകുമ്പോൾ അതിൽ എന്തിനാണ് വിദ്യാർത്ഥി എന്നാണ് കേരളത്തിലെ സ്വകാര്യ മാനേജ്മെന്റ് ചോദിച്ചത്. എന്തിനാണ് വിദ്യാർത്ഥി? എന്താ വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങളിലകത്തെ കമ്മിറ്റിക്കകത്ത് വന്ന പ്രശ്നം എന്താ? അപ്പോൾ ഈ മാനേജ്മെന്റിനും ചോദ്യം ചെയ്യപ്പെടണം, രാജ്യത്തെ ഗവൺമെന്റും ചോദ്യം ചെയ്യപ്പെടണം. ഈ വിവേചനങ്ങൾ അവസാനിപ്പിക്കപ്പെടണമെങ്കിൽ ഇതിനൊരു ഓഡിറ്റ് സംവിധാനം ഉണ്ടാവണം. വിദ്യാർത്ഥികൾക്ക് പരാതി പറയാൻ, നിർഭയമായി പരാതി പറയാൻ രാജ്യത്തൊരു സംവിധാനം ഒരുക്കപ്പെടാതെ ഇതിനൊരു കൂച്ചുവിലങ്ങാൻ കഴിയില്ല എന്നത് ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യും.